അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിലെ ഫേമസ് ആയ ഒരു അമ്പലത്തിന്റെ, യാദഗിരി ഗുട്ട ക്ഷേത്രത്തിന്റെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നീട് ഞങ്ങൾ യാദഗിരി ഗുട്ടയിൽ നിന്ന് നേരെ പോയത് ഹൈദരാബാദിലുള്ള രണ്ടാമത്തെ വളരെ ഫേമസ് ആയ സ്വർണ്ണഗിരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇപ്പോൾ കണ്ടത് അതിന്റെ ഫ്രണ്ട് കവാടമാണ്, പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെ ഇപ്പുറത്തൂടി ഒരു കവാടം കൂടി ഉണ്ട് കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാൻ പോകാനുള്ളതാണ് അത്. ഇപ്പോൾ ഒരു 3-4 കവാടം ഈ ക്ഷേത്രത്തിനുണ്ട്. ഓരോന്നിനും ഓരോ കവാടമാണ്. കയറിപ്പോകാൻ ഒരു കവാടം, ഇറങ്ങി വരാൻ വേറൊരു കവാടം, വണ്ടി പാർക്കിങ്ങിന്, സ്റ്റെപ്പ് കയറി പോകുന്നവർക്ക് അങ്ങനെ, അല്ലാതെ പോകുന്നവർക്ക് വേറെ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് ഇപ്പം കുറച്ച് എകരത്തിലാണ് കേട്ടോ അമ്പലം ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ സൈഡ് ചിരിച്ച് വാർത്തിട്ട് കുറേ രൂപങ്ങളൊക്കെ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ മോനെ കാലിന് എന്തോ മുള്ളു കൊണ്ടുവന്നും പറഞ്ഞ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം വെച്ച് അവന് നടക്കാൻ പഠിച്ചിട്ടാണെന്ന്. അപ്പോൾ ശരിയാണ് കേട്ടോ, ചെറിയൊരു കുപ്പിച്ചില് പോലത്തെ ഒരു കഷ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഞങ്ങൾ അവനെയും കൂട്ടി നടന്നു. അപ്പോൾ അതിന് മുമ്പിൽ തന്നെ ഒരു ആനയുടെ പ്രതിമയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകണം, നമ്മൾ ഫ്രണ്ട് കവാടത്തിലേക്ക് കയറിപ്പോന്ന ഇടയ്ക്ക് എത്താൻ വേണ്ടി. അപ്പം ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. അപ്പം ഇവിടെ മുമ്പ് തന്നെ വെങ്കടേശ്വര സ്വാമിയുടെ കാൽപാദമാണ് കേട്ടോ കാണുന്നത്. അപ്പം എല്ലാവരും അതൊക്കെ തൊട്ട് തലയിൽ വെക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളും അതുപോലെയൊക്കെ ചെയ്തു. പിന്നീട് അവിടെ കുറേ പേര് നമ്മളെ നാണയം ഇങ്ങനെ നിർത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ അവിടുന്ന് വീണ്ടും കയറാൻ പോയി. അപ്പം അരുണ് മോനോട് പറഞ്ഞ് ഇറങ്ങി നടക്കുകയെന്ന്. പേടിച്ചിട്ട് അവൻ ഇറങ്ങി കേട്ടോ, പാവം. അപ്പം ഞൊണ്ടിക്കൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നടത്തിച്ച് പിന്നെ ഞാൻ എടുത്തു കേട്ടോ അവൻ്റെ വിഷമം കണ്ടിട്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ മാർബിളിൽ കൊത്തി തീർപ്പാക്കിയ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ ഒരുപാട്. ചുറ്റും ചെടികളൊക്കെ ആയിട്ട് സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും വിഗ്രഹങ്ങളുണ്ട്. അതെല്ലാം തന്നെ മാർബിളിലാണ് കേട്ടോ പണിതിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. പിന്നെ അവിടെ ഒരു പരന്ന സ്ഥലമാണ് കേട്ടോ, ഇറങ്ങി നടക്കാൻ നല്ല സുഖമുണ്ട്. രാത്രി കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം മക്കൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പം ആരുഷും അവിടെ ഇറങ്ങി, അവനോട് പറഞ്ഞു ഓം നമഃ ശിവായ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനും ഇറങ്ങി, പാവം നടന്നു. പിന്നെ വെങ്കടേശ്വര സ്വാമിയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. 12 അടി ഉയരമുള്ള വലിയ വെങ്കടേശ്വര വിഗ്രഹമാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വെങ്കലമണിയും ഇവിടുത്തേതാണ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ്രാവിഡ ശൈലിയുള്ള വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പം ദർശനത്തിന് വേണ്ടി ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കേട്ടോ. അപ്പം മക്കളെയും കൊണ്ട് ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പൈസയുടെ വലിപ്പത്തിനനുസരിച്ച് കയറ്റി വിടുന്ന ലൈൻ വേറെ ഉണ്ട് കേട്ടോ. അപ്പം അരുണ് പോയി 2 ടിക്കറ്റ് എടുത്തു. അവർ 2 പേരും മുന്നേ വന്ന് കണ്ടിട്ട് പോയ അമ്പലമായതുകൊണ്ട് ഞങ്ങൾ മാത്രം ഉള്ളിൽ കയറി. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അപ്പം ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറി. അവർ പുറത്തൊക്കെ നടന്നു എല്ലാം കണ്ട് ആസ്വദിച്ചു. കുറേ നേരം മക്കളെയും കൊണ്ട് നടന്നു. മക്കൾക്ക് കളിക്കാൻ നല്ല സ്ഥലമുള്ളതുകൊണ്ട് അവരങ്ങനെ സമയം ചിലവഴിച്ചു. പിന്നെ ഒരു ഗണപതിയുടെ വലിയ വിഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഹനുമാൻ്റെ ഉണ്ട്. പിന്നെ പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് വരണം അങ്ങോട്ട് നീങ്ങി കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് ലഡുവും പുലിഹോരയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും വാങ്ങി അത് മക്കൾക്കൊക്കെ കൊടുത്തു. അവർക്ക് ഏകദേശം സമയം ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ, വിശക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ അവരതൊക്കെ കഴിച്ചു. പുറത്തിരുന്നിട്ട് വേണം കേട്ടോ കഴിക്കാൻ, ഉള്ളിലേക്കൊന്നും കയറ്റാൻ പാടില്ല. അവരൊക്കെ അതൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ അങ്ങനെ അതൊക്കെ ഉള്ളിൽ തോത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിനെ ചുറ്റം വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ ചുറ്റം വരാൻ വേണ്ടി പോയി. അപ്പം അരുണും മക്കളും ഈ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് മക്കളെയും കൊണ്ട് നടന്നു. അപ്പം ചുറ്റും തന്നെ നടന്ന് കറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതിഷ്ഠകൾ കാണാനുണ്ട് കേട്ടോ. ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രതിഷ്ഠകളാണ്. മക്കൾ അതിനിടെ കുറച്ച് വയറൊക്കെ നിറഞ്ഞ് അവരുടെ കുസൃതിയൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പുറത്തിറങ്ങിയാലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതായത് ഇത് ഹനുമാന്റെ വലിയ വിഗ്രഹമാണ് കേട്ടോ. പിന്നെ കുറേ ബിൽഡിങ്ങിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത്രേ. പിന്നെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പം മക്കൾക്ക് ഇതൊക്കെ വളരെ സന്തോഷമായി. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടിയിട്ട് വെള്ളം കൈകൊണ്ട് തൊടാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പം ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ലൈറ്റിൻ്റെ ആ ഇതൊക്കെ കാണാൻ പറ്റി. അപ്പം ഇത് വേറൊരു
വിഗ്രഹമാണ്. പിന്നെ ഈ ഇത് കാണുന്നത് ഒരു വലിയ ദീപസ്തംഭം ഉണ്ട് കേട്ടോ. അപ്പൊ ആ ദീപസ്തംഭം അവിടെയൊക്കെ എല്ലാവരും തൊടുവും നെറ്റിക്ക് തൊടുവും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന എന്താന്ന് വെച്ചാൽ അതുല്യമായ ജലനാരായണ ശ്രീകോവിലില് മഹാവിഷ്ണുവിന്റെ അനന്തശയനാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി സമയങ്ങളിലും അതുപോലെ ഇവിടെ ലൈറ്റുകളും കൂടി വരുമ്പം അത് ഇവിടെയും കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. രാത്രിയും കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്നവരൊന്നും പെട്ടെന്നൊന്നും പോകുന്നില്ല കേട്ടോ. കുറേ സമയം അവിടെ ചെലവഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിൽക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുന്ന് പോകണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പും തണുത്ത ഒരു കാറ്റും വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന വിഷ്ണുവിനെയൊക്കെ കാണുമ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ വെള്ളത്തിലേക്ക് പൈസയൊക്കെ എല്ലാവരും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും കുറേ നേരം അവിടെ ചെലവഴിച്ചു. അപ്പം മോക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചാടി ഇറങ്ങണമെന്നുണ്ട്. വെള്ളം കൂടി കണ്ടപ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും തുള്ളി ചാടി ഇറങ്ങണമെന്നുണ്ട്. അപ്പം എങ്ങനെയും ഞാൻ വിട്ടില്ല. അപ്പോൾ പരമാവധി അവൾ ശ്രമിച്ചു, നടന്നിട്ടില്ല. പിന്നെ അടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഒരുപാട് ദൂരം പോകാൻ ഏകദേശം ഒരു 12 മണിക്കടുത്താവും ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.